നമസ്കാരം. പറയാതെ വയ്യ. എല്ലാ കോൺഗ്രസ് സർക്കാരുകളുടെയും അവസാന കാലത്തുള്ളതാണ് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തമ്മിലടി. ഇത്തവണയും പതിവ് തെറ്റിയിട്ടില്ല. കൂട്ടപ്പൊരിച്ചിലിന്റെ ഒരു സാമ്പിളോടെ തുടങ്ങാം. നേതൃത്വമാറ്റം ആവശ്യപ്പെടുന്ന സതീശന്റെ മനസ്സിലിരിപ്പ് മന്ത്രിസഭ പുനഃസംഘടനയിലൂടെ എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാകുക എന്നുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. നേതൃമാറ്റം കേരളത്തിൽ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിന് നേതൃമാറ്റം ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഉമ്മൻചാണ്ടിയെ മാറ്റണം എന്ന് ഞാൻ പറഞ്ഞെന്ന് കുടിക്കുന്ന സുരേഷ് എവിടെ കിട്ടി? അഴിമതി നിറഞ്ഞ ഭരണ വികാരം ഈ സമൂഹത്തിൽ ജനങ്ങൾക്കില്ല. ചില അത്തരത്തിലുള്ള പ്രചാരണത്തിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ധാരണയൊന്നും സമൂഹത്തിനില്ല. സമൂഹത്തിലുള്ള ധാരണ ആരും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ഭൂമിയിലാണെങ്കിൽ UDF ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. അഴിമതി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ ഗവൺമെന്റ് അഴിമതി നേരിടുന്നില്ല. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും ശരിയല്ല. പക്ഷേ AK ആന്റണി എന്താ പറഞ്ഞത്? കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയെ സഹായിക്കുവാൻ വേണ്ടിയല്ല സതീശന്റെ ഉദ്ദേശം. കൊടിക്കുന്ന് സുരേഷ് പണ്ട് മുതലേ ഒരു ഉമ്മൻചാണ്ടി വിരുദ്ധനാണ് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഉമ്മൻചാണ്ടിയെ എൻ്റെ ചെലവിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊടിക്കുന്ന് സുരേഷ് ഇറങ്ങിയിരിക്കുന്നത്. അത് വേണ്ട. ഈ ഗവൺമെന്റിനെ തെറ്റായ വെളിച്ചത്തിൽ കാണിക്കാനുള്ള പ്രതിപക്ഷ പ്രചാരണത്തിന്റെ മറ്റൊരു ശബ്ദമായി അദ്ദേഹത്തിന്റെ സ്വരം മാറിയതിൽ വളരെയേറെ ദുഃഖവും വേദനയുമുണ്ട്. കേരളം മുഴുവൻ പൊതുസമ്മേളനങ്ങൾ നടത്തി ആ പൊതുസമ്മേളനങ്ങളിൽ പരസ്യമായി കേരള ഭരണത്തിനെതിരായി ആഞ്ഞടിച്ച് കരുണാകരനെ താഴെയിറക്കണം. അത് പരസ്യമായി. AK ആന്റണിയെ താഴെയിറക്കാൻ രഹസ്യമായി കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ. അവർക്കിപ്പോൾ ഏതെങ്കിലും ഒരു ശബ്ദം, ഒരു ഒച്ചയനക്കം കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങളെ മാറ്റാൻ വേണ്ടി വരികയാണ് എന്ന പേടിയാണ്. അത് പണ്ട് ചെയ്തതിൻ്റെ കുറ്റബോധം കൊണ്ട് തോന്നുന്നതാണ്. താൻ ഹൈക്കമാൻഡിന്റെ സ്വന്തമാണ്, തന്നെക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് VD സതീശൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ കോൺഗ്രസ്സുകാരുടെ വികാരമാണ്. ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായം പറയണം എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് അവർ പറഞ്ഞോളൂ. അവരിതെല്ലാം നോക്കി കാണുന്നുണ്ട്. ഞാൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. അത് ഇനിയും പറയും. 6 വൈസ് പ്രസിഡന്റുമാർ ഒരാൾ മാത്രമാണ്. ഒരു KPCC ഭാരവാഹിയും ഹൈക്കമാൻഡ് ചെയ്യാൻ ശ്രമിക്കണ്ട. ഞാൻ 6-1 വൈസ് പ്രസിഡന്റ് മാത്രമല്ല, KPCCക്ക് 40-30ഓളം ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും പിന്നെ 10-30 സെക്രട്ടറിമാരും ഉണ്ട്. 60ഓളം വരുന്ന KPCC ഭാരവാഹികളിൽ ഒരാൾ മാത്രമാണ്. 6 പേരിൽ ഒരാളല്ല. VD സതീശൻ ഏറ്റവും വലിയൊരു അധികാരമോഹിയാണ്. എനിക്ക് അധികാരത്തോട് മോഹമുള്ള ആളാണ്. കാരണം ഇവരെയൊന്നും പോലെ സന്യാസിയല്ല. ഇത്തരം അധികാരത്തോട് വിരക്തിയുള്ള ഈ സന്യാസിമാരുടെ ഇടയിൽ ഒരു അധികാരത്തോട് മോഹമുള്ള ഒരാൾ വേണ്ടേ? എനിക്ക് അധികാരത്തോട് മോഹമുള്ള ആളാണ്. പക്ഷേ അധികാരത്തിന് വേണ്ടി ഞാൻ ഒരു രേഖയും തിരുത്തിയിട്ടില്ല. സതീശൻ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പാരമ്പര്യം, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നത് തീർച്ചയായും അദ്ദേഹം എല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ്. എൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. അത്ര ദീർഘകാലത്തെ പാരമ്പര്യമില്ല. ഇവരെ പോലെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒന്നുമല്ല. പക്ഷെ ഞാനുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണെന്ന്. ദീർഘകാലത്തെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാറില്ല. ഒരാൾ മാത്രം അഴിമതി വിരുദ്ധ ചാമ്പ്യനാകുന്നത് സ്വന്തം താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങൾക്കും വേണ്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. AK ആന്റണിയോട് നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിരുന്ന് സൗഹാർദ്ദപരമായി ചർച്ച ചെയ്ത്, പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ പ്രശ്നങ്ങൾ കൈവിട്ടു പോകാതെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടായിക്കൊണ്ട് നമ്മുടെ പാർട്ടിക്കകത്ത് കെട്ടുറപ്പുണ്ടാക്കി ഒന്നിരിക്കുമ്പോൾ മാത്രമല്ല മനസ്സുകൊണ്ടും ഐക്യദാർഢ്യവും ഉണ്ടായാൽ ഈ 3 പ്രതിസന്ധികൾ വെല്ലുവിളികൾ നേടാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉമ്മൻചാണ്ടി സർക്കാർ 4 വർഷം പൂർത്തിയാക്കി 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നേട്ടങ്ങൾ ഒട്ടേറെ ഉണ്ടാകാം. പക്ഷേ അതിനെയെല്ലാം മുക്കിക്കളയുന്ന രീതിയിൽ അഴിമതി കൂടി. അഴിമതി തടയാൻ എന്ത് നടപടിയെടുത്തു എന്ന കാര്യം ഭരണ നേട്ടങ്ങളുടെ പട്ടികയിൽ പോലുമില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ, അതായത് ഭരണത്തിൽ ഉള്ളവരും പുറത്തുള്ളവരും ഒന്നടങ്കം പറയുന്നു
അഴിമതിയാണ് പ്രധാന പ്രശ്നമെന്ന്. വികസനത്തിന്റെ ഇരമ്പം എന്ന തലക്കെട്ടിൽ കേരളത്തിന് ദേശീയ നിരക്കിനേക്കാൾ കൂടിയ വളർച്ചാ നിരക്ക് എന്നാണ് ഭരണ നേട്ടങ്ങളിൽ പരമപ്രധാനമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് മൊത്തം അഴിമതിയെക്കുറിച്ചായതുകൊണ്ട് അഴിമതിയുടെ വികസനത്തിലാണോ ഇരമ്പമെന്നും അഴിമതിയുടെ കാര്യത്തിലാണോ ദേശീയ നിരക്കിനേക്കാൾ വളർച്ച കേരളം നേടിയതെന്നും പെട്ടെന്ന് സംശയം തോന്നാം. അതല്ല, സാമ്പത്തിക കാര്യത്തിലാണത്രേ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെത്തിയത്. 2010-11 കേരളത്തിന്റെ വളർച്ചാ നിരക്ക് 13.7%. അതിപ്പോൾ 15.35% 18.66 ആയിരുന്ന ദേശീയ വളർച്ചാ നിരക്ക് 11.54 കുറഞ്ഞെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. സർവത്ര അഴിമതിയാണെന്ന് കോൺഗ്രസുകാർക്ക് പോലും സർവ്വസമ്മതനായ AK ആന്റണി കൂടി തുറന്നു പറയുമ്പോൾ ഈ കണക്കുകളെ അഴിമതി എന്ന വിപത്തിനെ ആധാരമാക്കി നമുക്കൊന്ന് നോക്കിക്കാണാവുന്നതാണ്. 2010-11 മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ വളർച്ചാ നിരക്കിന്റെ കാര്യത്തിൽ മൂക്കും കുത്തി താഴെ വീഴാൻ തുടങ്ങിയെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2010-11 18.66%, 11-12 15.7%, 12-13 11.88%, 13-14 പിന്നെയും കുറഞ്ഞ് 11.54%. ഈ കാലയളവിൽ തന്നെയാണ് UPA സർക്കാരിനെ കടപുഴക്കിയെറിഞ്ഞ ലക്ഷം കോടികളുടെ അഴിമതികൾ ഉണ്ടായത്. മന്ത്രിമാരും നേതാക്കളും കോടികൾ ഉണ്ടാക്കാൻ ഓടി നടന്ന കാലത്ത് തന്നെയാണ് രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞു നിന്ന കാര്യം കേവലം യാദൃച്ഛികമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമുണ്ടായിരുന്ന ആദ്യ വർഷങ്ങളിലെ കുതിപ്പ് പിന്നീടുള്ള വർഷങ്ങളിൽ കാണാനില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെയും അഴിമതിയാണോ സാമ്പത്തിക വളർച്ചയെ തളർത്തുന്നതെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടെന്നും പറയാനാവില്ല. അഴിമതിയോ? എന്തഴിമതി? എവിടെ അഴിമതി? ഇക്കാര്യമാണ് ഭരണക്കാർ കുറച്ചു നാൾ മുൻപ് വരെ ചോദിച്ചിരുന്നത്. പക്ഷേ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയും മുഖമാകെ കരി പുരളുകയും ചെയ്തു തുടങ്ങിയപ്പോഴാണ് ചിലരെങ്കിലും അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ കുമ്പസാരം തുടങ്ങിയിരിക്കുന്നത്. അഴിമതി എന്ന വെറുക്കപ്പെടേണ്ട വൈകൃതത്തെക്കുറിച്ച് ചിലരെങ്കിലും വേണ്ടത്ര ഗൗരവത്തോടെയാണോ ആലോചിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അഹങ്കാരികളായി, വികാരികളായി, അഴിമതിയുമായി മുന്നോട്ട് പോകുന്നത് ചിലപ്പോ നിയമത്തിന്റെ പിടിയിലൊന്നും വരില്ലായിരിക്കും. പക്ഷെ അവരൊക്കെ ധരിക്കേണ്ടതൊന്ന്, നമ്മൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അത് ഭരണകർത്താക്കളും നേതാക്കളും പൊതുപ്രവർത്തകരും ഉണ്ടാക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഏറ്റവും വലുത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയായിരിക്കണം. ഇപ്പൊ അഴിമതിയെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും അഴിമതിക്കെതിരാണ്. പക്ഷേ അതുപോലെ പ്രവർത്തിക്കുന്നു എന്ന് ജനങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവൻ മരത്തിൽ നിന്ന് വീഴുമെന്നാണ് സാധാരണ കരുതേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വീഴാതെ താങ്ങിപ്പിടിക്കലും അടുത്ത കൊമ്പിലിരുത്തലുമൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അഴിമതിക്കാരെക്കുറിച്ച് ഇത്രയുമെങ്കിലും മുഖ്യമന്ത്രി പറയുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ പൂർണ്ണമായും മറന്നുകൊണ്ടുള്ള ഒരു ചിന്ത സാധ്യമല്ല. കൊമ്പ് മുറിക്കുന്നവരുണ്ടെങ്കിൽ അവർ താഴെ വീഴട്ടെ എന്ന് എന്തുകൊണ്ട് ആരും കരുതുന്നില്ല? ചിലർ കൊമ്പ് മുറിക്കുന്നത് കണ്ടിട്ടും അവർ മരത്തെ പുഷ്ടിപ്പെടുത്തുന്നവരാണെന്ന് ധാരണ ഉണ്ടാക്കുന്നത് എന്തിനാണ്? യഥാർത്ഥ അഴിമതിക്കാരൻ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവൻ മാത്രമല്ല, മരത്തെ മുച്ചൂടും നശിപ്പിക്കുന്നവൻ തന്നെയാണ്. അത്തരത്തിലാരും ഇവിടെ ഇല്ലെന്ന് കരുതരുത്. നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാനാവില്ല. സർക്കാർ മേഖലയിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ കോളേജിലെ അധ്യാപക നിയമനത്തിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും എന്ന് വേണ്ട ജീവിതത്തിലെ മിക്കവാറും മേഖലകളിലും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ അഴിമതി കുറയുകയില്ല, കൂടിക്കൊണ്ടിരിക്കുക. അഴിമതി ഉണ്ടെന്ന് തുറന്നു പറയുന്ന AK ആന്റണി പോലും എത്ര ലാഘവത്തോടെയാണ് കേരളത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള അഴിമതിയെ കാണുന്നതെന്ന് ചിന്തിക്കേണ്ടതാണ്. കേവലം കോളേജ് അധ്യാപക നിയമനത്തിലോ വിദ്യാർത്ഥി പ്രവേശനത്തിലോ നടക്കുന്ന അഴിമതിയല്ല ഇവിടുത്തെ പ്രശ്നം.
സർക്കാരിലെ മന്ത്രിമാർ തന്നെ ഗൗരവമേറിയ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു. അന്വേഷണത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. ഇക്കാര്യങ്ങളിലെ അതൃപ്തിയും അമർഷവും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ തുറന്നു പറയുന്നു. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ഇപ്പോൾ പോകുന്നത് ശരിയായ വഴിക്കല്ല. അപ്പോൾ ശരിയായ വഴിയിലൂടെ പോകണം. നമുക്ക് നല്ല വിജയം ഉണ്ടാകണം. അഴിമതിയുടെ നിഴലിൽ നിന്ന് ഗവൺമെൻറ് പുറത്തു വരണം. തുടർച്ചയായി ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങളുണ്ട്. ആ അഴിമതി വർദ്ധിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. രാജ്യത്തെ എല്ലായിടത്തും അഴിമതിക്കെതിരായി ജനങ്ങളുടെ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ മുന്നേറ്റം നടക്കുന്നു. അത് കാലത്തിൻ്റെ ചുവരെഴുത്താണ്, അത് വായിക്കണം. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു പുകമറയിലോ അങ്ങനെ ഒരു ആക്ഷേപത്തിൻ്റെ നിഴലിലോ നിൽക്കാൻ കഴിയില്ല. അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഉചിതമായ നടപടികൾ നേതൃത്വം തീരുമാനിക്കണം. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയേണ്ടിയിരുന്നു എന്ന് വി ഡി സതീശൻ ആലോചിക്കേണ്ടതായിരുന്നു. ഏതായാലും വി ഡി സതീശനെതിരെ വാളെടുക്കുന്നവർ ആർക്കു വേണ്ടി എന്നതിനപ്പുറം എന്തിനു വേണ്ടി വാദിക്കുന്നുവെന്ന് സ്വയം ഒരു പരിശോധന നടത്തേണ്ടതാണ്. കേരളത്തിൽ അഴിമതിയില്ലെന്ന് പറയാനാണോ അതോ എ കെ ആന്റണി പറഞ്ഞതിനെ നിരാകരിക്കാനാണോ അവർ ശ്രമിക്കുന്നത്? കേരളത്തിലെ ഏത് കോളേജിലാണ് ഈ നിയമനത്തിൽ പണം വാങ്ങിക്കാൻ എത്ര പണം വാങ്ങിക്കാതിരിക്കുന്നുണ്ട്? അത് എല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടിയിട്ട് എന്ത് കാര്യം? അഴിമതി എന്ന സാമൂഹിക വിപത്തിൽ പോലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ തരിപെറുക്കുന്ന പരിതാപകരമായ അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ചിലർ അഴിമതി ഉണ്ടായിട്ടേ ഇല്ലെന്ന് ഇപ്പോഴും നിർലജ്ജം ആണയിടുന്നു. ചിലരത് ഗൗരവം കുറച്ച് കാണാൻ ശ്രമിച്ച് സ്വയം ചെറുതാകുന്നു. ആരെങ്കിലും അത് തുറന്നു പറഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞ് ആളാകാനും ശ്രമിക്കുന്നു മറ്റൊരു കൂട്ടർ. താരതമ്യേന അഴിമതി കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് കേരളമായിരുന്നു അഴിമതി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. പക്ഷെ പൊതുജീവിതത്തിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം ഇപ്പോൾ അഴിമതി വർദ്ധിച്ചു എന്നുള്ള എ കെ ആന്റണിയുടെ അഭിപ്രായം ശരിയാണ്. ഞാൻ ജനങ്ങളെ വിശ്വസിക്കുന്ന ആളാ. ജനങ്ങൾ ഈ ഗവൺമെന്റിനോടൊപ്പം ഉണ്ട്. മുഖ്യമന്ത്രിയുടെ വിശ്വാസം മുഖ്യമന്ത്രിയെ രക്ഷിക്കട്ടെ. പക്ഷേ ഈ സർക്കാരിൽ വിശ്വസിച്ച ജനങ്ങളെ ആര് രക്ഷിക്കും? ആരോപണങ്ങളിൽ മുങ്ങി രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു UDF നേതൃത്വം. രാഷ്ട്രീയ പ്രചാരണത്തിനായി UDF നിശ്ചയിച്ച ജാഥകളിലൊന്നുപോലും മാറ്റിവെക്കേണ്ടി വന്നു. ആരോപണ വിധേയനായ KM മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അത് ചെയ്യേണ്ടി വന്നത്. കടുത്ത രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന ഈ കാലത്ത് 4 മേഖലാ രാഷ്ട്രീയ പ്രചരണ ജാഥകൾ നടത്തിയാൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകുമെന്നാണ് കോവളത്ത് ഒരു ദിവസം മുഴുവനിരുന്ന് ചർച്ച ചെയ്തപ്പോൾ UDF നേതാക്കൾക്ക് തോന്നിയത്. ഈ മാസം 19 മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥകളെക്കുറിച്ചാണ് UDF ആലോചിച്ചത്. 4 4 ക്യാപ്റ്റന്മാരെയും തീരുമാനിച്ചു. ഇതിൽ മധ്യമേഖലാ ജാഥയുടെ നേതൃസ്ഥാനം കേരള കോൺഗ്രസ് എമ്മിനാണ് നൽകിയത്. മുതിർന്ന നേതാവായ CF തോമസിനെ ക്യാപ്റ്റനായി തീരുമാനിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുള്ള CF തോമസിനെ ജാഥ ക്യാപ്റ്റനാക്കിയത് സൗകര്യപൂർവ്വം പിന്നീട് ഒഴിവാക്കി ജോസ് കെ മാണിയെ ക്യാപ്റ്റനാക്കാനാണെന്ന് കോൺഗ്രസ് മണത്തറിഞ്ഞു. അതിനുടക്ക് വെച്ചതോടെ KM മാണിയും തിരിച്ചുടക്കി. അന്വേഷണം നടക്കുമ്പോൾ ജാഥ നടത്തുന്നതിൽ കാര്യമില്ലെന്നും ജാഥകൾ മൊത്തത്തിൽ മാറ്റണമെന്നുമായിരുന്നു KM മാണിയുടെ ആവശ്യം. പിന്നീട് അതായി ചർച്ച. ഒടുവിൽ തീരുമാനമായി മധ്യമേഖലാ ജാഥ മാത്രം തൽക്കാലം മാറ്റാം. മാണി സാറിൻ്റെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ അറിയിച്ചപ്പോൾ അത് വ്യക്തിപരമായി പറഞ്ഞ അസൗകര്യങ്ങൾ അതിന് നമ്മൾ സമ്മതിക്കണം എന്നുള്ള ഒരു നിലപാടാണ് പൊതുവിൽ ഉയർന്നു വന്നത്. പേഴ്സണലായിട്ടൊരു ഇൻകൺവീനിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സീനിയർ നേതാവ്, ഒരു ഘടകകക്ഷി നേതാവ് എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ് എന്നുള്ള നിലയിൽ അതിന് സമ്മതിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം. മറ്റു കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റങ്ങളും ഇല്ല. ഈ മധ്യമേഖലാ ജാഥയുടെ ഈ ഡേറ്റിൽ വന്ന ചേഞ്ച് ഒഴിച്ച് മുൻകൂട്ടി തീരുമാനിച്ച മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു മാറ്റങ്ങളും ഇപ്പോഴില്ല. എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഡേറ്റ് ഒന്ന് മാറ്റി വയ്ക്കാമോ എന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ UDF കൂടിക്കൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കും. ഇത് വലിയൊരു ചർച്ചാ പ്രാധാന്യമുള്ള വിഷയമേ അല്ല. UDF നേതൃത്വത്തിനും KM മാണിക്കും പരിക്കില്ലാതെ പ്രശ്നം പരിഹരിച്ചുവെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. പക്ഷേ രാഷ്ട്രീയ പ്രചാരണ ജാഥ പോലും തന്റെ സൗകര്യമനുസരിച്ച് മാറ്റിമറിക്കുന്ന KM മാണി ബാർ കോഴ കേസ് അന്വേഷണത്തിൽ സർക്കാരിനെയും മുന്നണിയെയും ഇതേപോലെ മുൾമുനയിൽ നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അന്വേഷണം KM മാണിയുടെയും പാർട്ടിയുടെയും താൽപര്യത്തിന് വേണമെന്ന് സർക്കാരിനോടും വിജിലൻസിനോടും ആവശ്യപ്പെടുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്താൽ അതിന് വഴങ്ങുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഈ സർക്കാർ ഇപ്പോഴുള്ളത്.
അന്വേഷണത്തോടുള്ള അതൃപ്തി കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ പലപ്പോഴായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ പണം മാണി സാർ ആവശ്യപ്പെട്ടതായ ഒരു സാക്ഷിയോ തെളിവോ ആരോപണമോ വേണം. അത് ഈ കേസിലില്ല. രണ്ടാമത് മാണി സാറിന് നേരിട്ട് പണം കൊടുത്തതായി ആരെങ്കിലും പറയുക, സാക്ഷി വേണം. നേരിട്ട് പണം കൊടുത്തെന്ന് പറയാനൊരാൾ വേണം. മൂന്നാമതായിട്ട് ഈ പണം കൈപ്പറ്റുന്നയാൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തുകൊണ്ടൊരു ഉത്തരവ് ഇറക്കിയതായിട്ട് ആ ഉത്തരവിൻ്റെ തെളിവ് വേണം. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഉള്ള പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ ഒരു കേസ്, ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ നിയമപരമായി അറിയാവുന്ന സാഹചര്യത്തിൽ വിജിലൻസിന് കുറേ കൂടി നേരത്തെ വേണമെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നു. അല്ലാതെ ഇതിപ്പോൾ നിയമത്തിൻ്റെ വഴിക്കല്ല, ബിജുവിൻ്റെ വഴിക്ക് പോകുന്നു എന്നുള്ള തോന്നലാണ് ഇപ്പോൾ പരക്കെ ഉണ്ടായിരിക്കുന്നത്. നിയമം ബിജു രമേശിന്റെ വഴിയിലും പോകാൻ പാടില്ല, കെ എം മാണിയുടെ വഴിയിലും പോകാൻ പാടില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ് പോകേണ്ടത്. സ്വതന്ത്രമായ അന്വേഷണത്തിനുള്ള വഴിയൊരുക്കുക മാത്രമാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. നിയമത്തെ കൈപിടിച്ച് നടത്തേണ്ട കാര്യമില്ല. ശരിയായ വഴിക്ക് സ്വയം പോകാൻ തക്ക പാകതയും കരുത്തുമുള്ള നിയമങ്ങളാണ് നമുക്കുള്ളത്. കൈപിടിച്ചു നടത്തിയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പാഴ്ശ്രമം നടത്തിയും വഴിതെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. ഈയിടെ ഒരു മന്ത്രി കല്യാണം നടന്നു. വയനാട്ടിൽ മന്ത്രി PK ജയലക്ഷ്മിയുടേതായിരുന്നു ആ കല്യാണം. അല്പം വൈകിയെങ്കിലും ഭരണത്തിരക്കുകൾക്കിടയിൽ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് വിവാഹത്തിന് സമയം കണ്ടെത്തിയത് നല്ലത് തന്നെ. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇതൊരു ആഡംബര ആയിരുന്നു എന്നൊന്നും പറഞ്ഞുകൂടാ. പിന്നെ മന്ത്രി ആയതുകൊണ്ട് മന്ത്രിസഭാംഗങ്ങളും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെ കൂട്ടമായെത്തും. അങ്ങനെ ജനബാഹുല്യം വെച്ച് നോക്കിയാൽ കല്യാണം ആഡംബരമായിരുന്നു എന്ന് പറയാം. കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സദ്യവട്ടങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. കല്യാണ ദിവസം മാത്രം പഴയിടം മോഹനൻ നമ്പൂതിരി 10,000 പേർക്കാണത്രേ സദ്യ വിളമ്പിയത്. പിന്നെ തിരുവനന്തപുരത്ത് ഭരണസ്ഥിരാകേന്ദ്രത്തിലോ മന്ത്രി കസേരയിലോ ഒക്കെ കണ്ടിട്ടുള്ള ജയലക്ഷ്മിയല്ല കല്യാണ പന്തലിൽ കണ്ടത്. സാമാന്യം നന്നായി ആഭരണങ്ങളൊക്കെ അണിഞ്ഞിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കെങ്കേമമായ ഒരു കല്യാണം തന്നെയായിരുന്നു മന്ത്രി PK ജയലക്ഷ്മിയുടേത്. പണമുള്ളവർക്ക് കല്യാണം എത്ര വേണമെങ്കിലും ആഡംബരമായി നടത്താം. മന്ത്രിയായതുകൊണ്ട് ജയലക്ഷ്മിക്ക് കേമമായോ ഇനി അതും കടന്ന് ആഡംബരമായോ കല്യാണം നടത്താൻ പാടില്ല എന്നുമില്ല. ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഒരാൾക്ക് വിവാഹം അല്പം ആർഭാടമായി നടത്തിക്കൂടുന്നുമില്ല. പക്ഷേ ജയലക്ഷ്മി എന്ന മന്ത്രിക്കും കുടുംബത്തിനും ഇത്രയൊക്കെ ചെലവഴിക്കാനുള്ള പണം എവിടെ നിന്നാണെന്നാണ് അറിയേണ്ടത്. മന്ത്രിയല്ലേ, പണത്തിന് പഞ്ഞമുണ്ടാകുമോ എന്നായിരിക്കും പലർക്കും മറുചോദ്യം ചോദിക്കാനുള്ളത്. ഒരു മന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളം കൂടിപ്പോയാൽ മാസം 50,000-ഓ 60,000-ഓ മാത്രമാണ്. അതിൽ നിന്ന് മിച്ചം പിടിച്ചാണോ ഈ കല്യാണം നടത്തിയത്? അങ്ങനെയൊരു മിച്ചം പിടുത്തം നടത്തിയതായി മന്ത്രി PK ജയലക്ഷ്മി കഴിഞ്ഞ വർഷങ്ങളിൽ വെളിപ്പെടുത്തിയ സ്വത്ത് വിവരങ്ങളിൽ കാണാനില്ല. ഏറ്റവും അവസാനം നൽകിയ വിവരമനുസരിച്ച് മന്ത്രി ജയലക്ഷ്മിക്ക് സ്വന്തമായുള്ളത് വെറും 5 പവൻ സ്വർണം, കൂടാതെ 2 ലക്ഷം രൂപയുടെ സമ്പാദ്യവും മാത്രമാണ്. പിതാവ് P കുഞ്ഞാമന്റെ കയ്യിൽ 25 പവൻ സ്വർണവും വീട്ടു സാധനങ്ങളും, കൂടാതെ 3 ഏക്കർ 16 സെന്റ് സ്ഥലവും. അതിന് തൊട്ട് മുൻവർഷം, അതായത് 2013 ഇതേ കണക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് സ്വത്തിലോ സമ്പാദ്യത്തിലോ മന്ത്രി PK ജയലക്ഷ്മിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള പണം മന്ത്രി PK ജയലക്ഷ്മിക്ക് എവിടെ നിന്ന് കിട്ടി? അതോ മന്ത്രിക്ക് വേണ്ടി വേറെ ആരെങ്കിലും പണം ചെലവഴിച്ചോ? PK ജയലക്ഷ്മി മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ പണം ചെലവഴിക്കാൻ ആരെങ്കിലും തയ്യാറാകുമായിരുന്നോ? വയനാട്ടിൽ നിന്ന് വേറെയും കേൾക്കുന്നുണ്ട് ചില വാർത്തകൾ. വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം നടത്തി എന്നാണ് അത്. ആ വീട് ആരുടേതാണ്? കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് സ്വത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ലാത്ത മന്ത്രി PK ജയലക്ഷ്മിക്ക്
പെട്ടെന്നൊരു പുതിയ വീട് നിർമ്മിക്കാൻ കഴിയുമോ? ഏതായാലും വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. സ്വന്തം നാട്ടുകാർക്കെങ്കിലും വിശ്വസനീയമായ മറുപടി നൽകാൻ ജയലക്ഷ്മിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പറയാതെ വയ്യ വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. പ്രൊഡ്യൂസർ പറയാതെ വയ്യ, മനോരമ ന്യൂസ്, തമ്പാനൂർ, തിരുവനന്തപുരം.